കോഴിക്കോട് വീണ്ടും ഷിഗല്ല. നാദാപുരം പഞ്ചായത്തിലെ 7 വയസ്സുകാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ആരോഗ്യവകുപ്പ്. പ്രദേശത്ത് ക്ലോറിനേഷൻ നടപടി തുടങ്ങിയിട്ടുണ്ട്. റിയാസ് കെമാറുണ്ട് വിവരങ്ങളുമായി. റിയാസ്, എന്തായാലും കോഴിക്കോടടക്കം ഷിഗല്ല രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യമാണ്. എന്താണ് ആരോഗ്യവകുപ്പിൽ നിന്നുണ്ടാകുന്ന വിശദീകരണം? സംസ്ഥാനത്താകെ ഷിഗല്ല വ്യാപനം വലിയ ആശങ്ക പരത്തുന്ന ഒരു സാഹചര്യമാണ്. നമ്മൾ ഈ കുടിവെള്ളം, ഒപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും ഒക്കെ വൃത്തി, അത് വലിയൊരു പ്രാധാന്യമുള്ളൊരു കാര്യമായി മാറുന്നു എന്നുള്ളതാണ്. അത് നമ്മളെല്ലാം ജാഗ്രതയോടുകൂടി കാണേണ്ട കാര്യമാണ്. ഇപ്പോഴത്തെ കോഴിക്കോട് നാദാപുരം ഗ്രാമപഞ്ചായത്തിൽ 20-ാം വാർഡായിട്ടുള്ള കുമ്മങ്കോട് സൗത്തിലെ 7 വയസ്സുകാരിക്കാണ് ഷിഗല്ല ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ കുട്ടിയെ വയറിളക്കത്തെ തുടർന്ന് 16-നാണ് ആദ്യം നാദാപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത്. പിന്നീട് രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് കുട്ടിയെ വടകരയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. അവിടെ നിന്നും ഈ കുട്ടിയുടെ സ്രവം ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. പക്ഷേ പിന്നീട് കുട്ടി ആരോഗ്യനില വീണ്ടെടുക്കുകയും ഡിസ്ചാർജായി വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോഴാണ് അതിന്റെ പരിശോധനാ ഫലം പുറത്തു വന്നിരിക്കുന്നത്. എങ്കിൽ കൂടിയും ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട കുട്ടിയുടെ കുടുംബാംഗങ്ങളുടെ എല്ലാം തന്നെ സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഷിഗല്ലയുടെ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. അത് ഷിഗല്ല പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. മാത്രമല്ല, കുട്ടിയുടെ കുടുംബത്തിൽ ആർക്കും തന്നെ ലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടില്ല. പക്ഷേ എങ്കിലും ഒരു മുൻകരുതൽ എന്ന രീതിയിലാണ് ഇപ്പോൾ കുട്ടിയുടെ സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചിരിക്കുന്നത്. അതുകൂടാതെ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രദേശത്തെ ക്ലോറിനേഷൻ നടപടികളെല്ലാം തന്നെ സ്വീകരിച്ച് വരികയുമാണ്. ഇനിയിപ്പോൾ കുട്ടിയുടെ ബന്ധുക്കളുടെ പരിശോധനാ ഫലം കണ്ടെത്തണം. മാത്രമല്ല, ഈ ഒരു ദിവസം 16-ന്റെ ദിവസം, ആ ദിവസവും അതിന്റെ തലേന്നാളുമെല്ലാമായി കുട്ടിയും കുടുംബാംഗങ്ങൾക്കൊപ്പം യാത്ര പോയിരുന്നു പലയിടത്തും. അങ്ങനെ പലയിടത്തു നിന്ന് ഭക്ഷണവും വെള്ളവും കഴിച്ചതായി വിവരമുണ്ട്. അങ്ങനെ പുറത്തു നിന്ന് വന്നതാണോ എന്ന് സംശയിക്കുന്നുണ്ട്. ഈ പ്രദേശത്തെ എന്നുള്ളതിനേക്കാൾ ഉപരി ഇതിന്റെ ഉറവിടം പുറത്തു നിന്നാണോ എന്ന് സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളടക്കമുള്ള പൊതുജനങ്ങൾ വലിയൊരു ജാഗ്രത പുലർത്തേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഷിഗല്ല സംബന്ധിച്ച ഈ രോഗവ്യാപനം ശക്തമാകുന്ന ഒരു സാഹചര്യത്തിലുള്ളത്. കഴിഞ്ഞ ദിവസം മാവൂരിൽ പനി ബാധിച്ച് മരിച്ച 54-കാരിക്ക് ഷിഗല്ല ബാധ ഉണ്ടായിരുന്നു എന്ന ഒരു സ്ഥിരീകരണം ഇന്നലെയാണ് വന്നത്. ആ ഒരു സാഹചര്യം കൂടി നമ്മൾ ഏറെ ഗൗരവകരമായി കാണേണ്ടതാണ്. അതായത് പ്രായഭേദമന്യേ എല്ലാവർക്കും മരണത്തിലേക്ക് പോലും നയിക്കപ്പെടാവുന്ന ഒരു സാഹചര്യം ഷിഗല്ല മൂലം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണവും വെള്ളവും എല്ലാം തന്നെ ശുചിത്വമുള്ളവയാണ് എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. പരമാവധി ചൂടുള്ള ഭക്ഷണപാനീയങ്ങൾ, വെള്ളം ഒക്കെ മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന ഒരു കർശന നിർദ്ദേശം. ഒപ്പം തന്നെ നമ്മുടെ വീട്ടുകിണറുകൾ അടക്കം ക്ലോറിനേഷൻ പൂർത്തീകരിക്കേണ്ടുന്ന ഒരു ആവശ്യകതയെക്കുറിച്ചും അവർ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ശരി, എന്തായാലും സംസ്ഥാനത്ത് പകർച്ചവ്യാധി ഭീഷണി തുടരുന്ന സാഹചര്യം തന്നെയാണുള്ളത്. എല്ലാവരും ജാഗ്രത പുലർത്തുക. റിയാസ് കെമാറാണ് വിവരങ്ങൾ നൽകിയത്.